Hey, what's up guys? It's me Jovin here. Welcome back to our channel. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ശ്രീധരൻ ആശാൻ്റെ കൂടെയാണ്. ആശാനെ എല്ലാവർക്കും അറിയായിരിക്കും, ആശാൻ്റെ ഫേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഏകദേശം 5 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രാവുകളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്ന ഒരാളാണ്. യൂട്യൂബിലും എല്ലായിടത്തും ആശാൻ്റെ ഫേസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നിട്ടൊരു കോവിഡ് ടൈമിൽ ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ എന്താണ് പ്രാവ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കുറേ രീതിയിൽ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അതേപോലെ തന്നെ ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതും. നമ്മളിപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഏകദേശം 5-6 വർഷമായി ആ വീഡിയോസൊക്കെ വന്നിട്ട്, അപ്പം ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും അതിന് ശേഷം പറവ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വന്നിട്ട് ആക്ച്വലി ബേസിക് ആയിട്ടുള്ള കുറച്ചധികം നോളേജ് അതിനെ നമുക്കിപ്പോൾ മിക്കവരുടെ ചോദിക്കുമ്പോൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരണമെന്നില്ല. പക്ഷേ ആശാൻ വന്നിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാൻ്റെ അടുത്ത് വന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആശാൻ വന്നിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആശാൻ്റെ ഒരു ബയോഗ്രഫി പോലെ വന്നിട്ട് ഒരു വീഡിയോ ബയോഗ്രഫി പോലെ ആശാൻ്റെ ഒരു ഈ 10-65 വർഷമായി ആശാൻ ഈ പറവ ഫീൽഡിലേക്ക് വന്നത്. അതിൽ 45 വർഷമായിട്ട് ആശാൻ ടൂർണമെൻറ്റ് വിടുന്നുണ്ട്. എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ടൂർണമെൻറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് പറവകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഫുള്ള് എന്ന് വെച്ചാൽ ആശാന്മാരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ആശ എപ്പോഴാണ് ടൂർണമെൻറ്റ് അതൊക്കെ വിട്ടു തുടങ്ങിയെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പാർട്ട് 2 പാർട്ട് 3 വന്നിട്ട് എന്താണ് പ്രാവ് എന്നുള്ളത്, അതേപോലെ തന്നെ പ്രാവുക്ക് വരുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയോ. ഓക്കെ, അപ്പോൾ ആശാനെ നമ്മളെ സ്ഥലം ഇതൊക്കെ ഒന്ന്. ഞാൻ മാന്യപ്രേക്ഷകരെ, ഞാൻ കരിച്ചൽ ശ്രീധരൻ ആശാൻ. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നേറ്റങ്കര താലൂക്കിൽ കാഞ്ഞിരംകുളം പഞ്ചായത്തിൽ കരിച്ചൽ വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കരിച്ചൽ CSI പള്ളിയിലോട്ട് വരുന്ന റൂട്ടിൽ ഒരു ചാനൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഞാൻ 65 വർഷത്തോളമായി പ്രാവ് വളർത്താൻ തുടങ്ങി. ഈ 65 വർഷം കൊണ്ടും ഞാൻ 1 മണിക്കൂർ പോലും പ്രാവ് നിർത്തി വെച്ചിട്ടില്ല. പിന്നെ പഠിക്കുന്ന കാലഘട്ടങ്ങളും അതും ഇങ്ങനെയൊക്കെയായി 20 വർഷം കഴിഞ്ഞ് ഒരു പന്തയം കാണാൻ പോയപ്പോഴാണ് പന്തയത്തിൻ്റെ സ്പീഡ് എനിക്കുണ്ടായത്, ക്രൈസ് വന്നത്. അപ്പോൾ ആ ക്രൈസിൽ ആ വർഷം തൊട്ട് ഞാൻ പന്തയം വിടാൻ തുടങ്ങി. പന്തയം വിട്ട് ആദ്യമൊക്കെ അന്നത്തെ പറവയെന്നൊക്കെ പറയണം 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് ആ സമയങ്ങളിൽ. പിന്നീടാണ് ഇങ്ങോട്ട് ആ കാലത്ത് ഈ നൈറ്റ് പറവ ഇപ്പോഴാണ് രാവിലെ 6 മണിക്ക് വിട്ട് 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ പറവ കഴിഞ്ഞു. പിന്നീടാണ് ട്രിവാൻഡ്രത്ത് പലരും ആ ടൈമിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പറവകൾ അതേപോലെ ടൈം വെച്ചിട്ടുണ്ടോ നല്ല രീതിയിൽ? മണിക്കൂറിലപ്പുറം സിറ്റിയിൽ ഒരിടത്തും വെച്ചിട്ടില്ല. നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ടോപ്പ് ഇത്രയൊക്കെ തന്നെ. ഈ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് 9-ലോട്ട് പോയി 10-ലോട്ട് പോയി. സമയം കഴിയുന്നതോറും കൂടി വരണം. ഇപ്പൊ പറവ എങ്ങനെയും ഇറക്കണം. പ്രാവിന് വാശിയുണ്ടായി പറത്തി വന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനേറ വാസു എന്ന് പറയുന്ന ഒരാള് എൻ്റെ വീട്ടിൽ മുയൽ കുഞ്ഞിന് വന്നു. ഈ ആനേറ വാസു എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോകാൻ കഴിച്ചേക്കാണ്. പുള്ളി ഇടയ്ക്ക് മരിച്ചുപോയി. പുള്ളിയുടെ ഭാര്യയും മക്കളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് വാസുവണ്ണം പല പ്രാവുകളും ജാസൂസ് ചെല്ലപ്പൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ അടുത്ത് ജാസൂസ് കമ്പനിയുടെ ബാക്കിൽ ഒരു പ്രാവെടുത്ത് 2 പ്രാവെടുത്ത് ഒരു വെള്ളയിൽ വാരിക്കറുപ്പിലൊരാണും സബ്ജയിൽ വലത്തക്കാലിൽ വിരൽ മുകളിലോട്ടിരിക്കുന്ന ഒരു പെട്ടയ്ക്ക്. അതിൻ്റെ കുഞ്ഞുങ്ങളെടുത്താണ് ഞാൻ 44 വർഷങ്ങൾക്ക് മുമ്പ് പന്തയം വിടുന്നത്. അന്ന് എൻ്റെ ഏറ്റവും നല്ല സമയം 5 മണിക്കൂർ 6 മണിക്കൂറാണ്. അന്ന് ട്രിവാൻഡ്രത്ത് പറക്കുന്നത് 7, 8, 9 മണിക്കൂർ. പിന്നീടാണ് മാധവനാശാൻ എന്ന് പറഞ്ഞിട്ട് മാധവൻ സാറ്, അതായത് മണക്കാട് മാധവൻ പിള്ള, ട്രാൻസ്പോർട്ട് വർക്ക്ഷോപ്പിൽ ജോലി. അയാളാണ് 9 മണിക്കൂർ 10 മണിക്കൂർ 11 മണിക്കൂർ ആക്കുന്നത്. അപ്പോൾ ആ പറവ ഇപ്പം വന്നിട്ട് മലപ്പുറത്ത് 33 മണിക്കൂർ 28 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ടിങ് ഈ പറവ തുടങ്ങിയല്ലോ, ആ ടൈമിലേക്ക് ഈ സമ്മാനം അതിൻ്റെയൊക്കെ എങ്ങനെയായിരുന്നു? അത് വെള്ള പേപ്പറിൽ പിക്ചർ എഴുതും, ഇന്ന ദിവസമാണ് പന്തയം. അപ്പോൾ പന്തയം ഫീസ് 20-25 രൂപയാണെന്ന്. അതിനെ പിന്നെ വീതിച്ച് 10 സെക്കൻഡും തേടുമായിട്ട് കൊടുക്കും. ഈ ക്യാഷ് പ്രൈസ് ആയിട്ടുള്ള ഇപ്പോഴുള്ള പോലെ ഈ വലിയ രീതിയിലുള്ള പ്രൈസ്. ഇതൊക്കെ ഇത്രയും വലിയ പ്രൈസുകളൊക്കെ വന്നിട്ട് ഒരു 20-25 വർഷത്തിനകത്തെ ആകുന്നു.
ഇത് എൻ്റെ ഓർമ്മയാണ്. ഈ മാന്യ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. എനിക്ക് മറ്റൊരാളുടെ അനുഭവങ്ങൾ അറിയില്ല. വളരെ ഒരു 19 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ ഈ പ്രാവ് വളർത്തലിൻ്റെ വാശി കൂടുന്ന കഥ അങ്ങനെയാണ്. ഈ 19 വയസ്സിലൊക്കെ അമ്മ മരിക്കുമ്പോഴേ ഇവിടെ വീട്ടിൽ ഭയങ്കര ബിസിനസ്സും മാട് കിട്ടും അത് ഇതും ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ മുയൽ, സീമേലി ഇതൊക്കെയാണ് എൻ്റെ ഇത്. ഈ പ്രാവ് ഇങ്ങനെ എണ്ണം കയറി വന്ന് അമ്മ മരിച്ചപ്പോഴേ എൻ്റെ പപ്പ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിവാഹത്തിനെ കാലിച്ചു. അപ്പോൾ പല സ്ഥലങ്ങളിലും വിവാഹത്തിന് പോയപ്പോൾ പെണ്ണായിരിക്കില്ല. കാരണം ഈ പ്രാവ് വളർത്തുന്നിടത്ത് നശിച്ചു പോകും, ക്ലച്ച് പിടിക്കില്ല, ശാപമാണ് പ്രാവ്. പണ്ട് ചുമ്മാ ആൾക്കാർ പറയുന്നു. അപ്പോഴേ ഈ അങ്ങനെ ഇരുന്ന് ഒരിടത്തൊന്നും പെണ്ണ് കിട്ടും. അങ്ങനെ പുത്തങ്കട, അതായത് പുറത്തിവിളയരെ വടക്ക് വശത്ത് ചാനൽക്കരയിൽ ബാല്യാനാശാൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ മൂത്ത മകളെയാണ് ഞാൻ കിട്ടി. അവർ 5 പെൺപിള്ളേരാണ്. അവർ വളരെ പാവങ്ങളാണ്. മുള്ളുവളപ്പള്ളിയിലെ ഭയങ്കര വിശ്വാസികളാണ്. അപ്പോഴതെൻ്റെ ഭാര്യ ആണ്. ഭാര്യയായിരുന്നു. പിന്നെ ഞാൻ പുത്തങ്കട ഭാര്യ വീട്ടിലോട്ട് പ്രാവുകൂട് മാറ്റുകയാണ്. കൂടെ അവിടെ വെച്ച് പുത്തങ്കട. അവിടെ കൂട് വെച്ച് വരുമ്പോഴാണ് പന്തയം ഷാട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവ് വളർത്തൽ അവിടെ വെച്ചാണ് ഫസ്റ്റ് പന്തയം വിടുന്നത് പുത്തങ്കട വെച്ച്. അപ്പോഴേ ഈ പ്രാവ് വളർത്തലിൽ ഒരുപാട് കഷ്ടതകൾ. എൻ്റെ വീട്ടിൽ മരണം നടക്കുന്നതൊക്കെ പ്രാവ് വളർത്തുന്നത് കൊണ്ടാണ്, മറ്റു ദുരിതങ്ങളൊക്കെ വരുന്നത് പ്രാവ് വളർത്തുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇതിലൊന്നിലും ഞാൻ തളർന്നില്ല. പക്ഷെ അവസാനത്ത് എൻ്റെ പപ്പയ്ക്കും അതിലൊരു ചെറിയ വിശ്വാസമാണ്. അപ്പോഴെൻ്റെ പപ്പയെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായി. ഞാൻ വിവാഹം കഴിക്കുന്നതാണ്. ഈ പ്രാവ് വളർത്തുന്നതുകൊണ്ട് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് കൊടുക്കാം. അവർ പറഞ്ഞ ക്രിസ്തീയ മതത്തിൽ ചേർന്ന് സ്നാനം ചെയ്തു. അന്ന് പ്രഹാൻസ് അച്ഛനാണ് പള്ളിയിലിരിക്കുന്നത്. അച്ഛൻ സ്നാനപ്പെടുത്തി വിവാഹം കഴിച്ച്. അപ്പോഴവരുടെ അടുത്ത് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു എൻ്റെ പപ്പയെടുത്ത്. പപ്പ, പ്രാവിനെ മോശമെന്ന് പറയുന്നു. യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാൻ്റെ കൂടെ യേശുക്രിസ്തു സ്നാനം ആവശ്യപ്പെട്ടപ്പോൾ യോഹന്നാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് യേശുക്രിസ്തുവിൽ പ്രസാദിച്ചു. അപ്പോൾ ആ പ്രാവ് എങ്ങനെ ദോഷമാണ്? അതുപോലെ വീട് കുറുകിപ്പോകും എന്ന് പറയുന്നു. ഒരു 10 ചതുരം വീട് വെച്ചിട്ട് 2 കൊല്ലം പ്രാവ് വളർത്തിയിട്ട് ആ വീട് അളന്നു നോക്കിയാൽ 9.5 ചതുരം ആവും. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. പ്രാവ് സമാധാനത്തിൻ്റെ പ്രതീകമാണ്, പരിശുദ്ധാത്മാവാണ്. കയ്പില്ലാത്ത ഒരു പക്ഷിയാണ് പ്രാവ്. പ്രാവ് ചത്ത പുഴുക്കില്ല. കുക്കറയിൽ ആഹാരം വരെ ഇരിക്കുമെങ്കിൽ പുഴുക്കും. അത് ഞാൻ അങ്ങനെ വിവരിച്ച് നീ അങ്ങോട്ട് പറയാം. പക്ഷേ എൻ്റെ ആശാന്മാരെന്ന് പറഞ്ഞാൽ കൺകണ്ട ആശാന്മാരാണ്. ആനേറവാസി, ജാസൂസ് ചെല്ലപ്പൻ, പൂജപ്പര രാജുണ്ട്, ദ്വാരക ബാബുണ്ട്. ഇവരെയൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. ജീവിതത്തിൽ എൻ്റെ അവസാന ശ്വാസം പോണത് വരെയും ഇവരെ ഒന്നും ഞാൻ മറക്കില്ല. ഇവരൊക്കെ പ്രാവിൻ്റെ അഗ്രഗണ്യന്മാരാണ്. ഇനി പ്രാവ് വളർത്തൽ, ഈ പന്തയം, ഇന്നത്തെ ഒരുപാട് പിള്ളേർ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിട്ടിട്ടുണ്ട്, സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നതാണ്. പ്രാവ് വളർത്തൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമ്പോൾ വീട് മാറി കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പനി വരുമ്പോൾ ആളുകൾ പറയും പ്രാവ് കൊണ്ടുവച്ചത് കൊണ്ടാണ് പനി വന്നത്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറക്കി വിട്ട് പുത്തങ്കടയിൽ ഒരു വിവാഹം ചെയ്തപ്പോൾ ഒരു കൊച്ചു വീട് കിട്ടി. അവിടെയൊക്കെ പ്രാവ് വെച്ചാണ് ഞാൻ പന്തയം തുടങ്ങിയത്. പക്ഷേ ഇന്ന് വരെ ഞാൻ പ്രാവിലൊന്നും ഒഴിഞ്ഞിരുന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യം, കണ്ണും ചുണ്ടും നോക്കി പ്രാവ് പറക്കൂല എന്ന് തെളിയിച്ച ആളാണ്. പ്രാവര് വംശം തമര്, ഈ തമരും വംശവും ഒത്താൽ പ്രാവ് പറക്കും. അങ്ങനെ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ആശാന്റെ അടുത്തുള്ള എല്ലാം ആശാൻ തന്നെ സെറ്റ് ചെയ്ത ജോഡികളാണ്. അല്ല, ഞാൻ സെറ്റ് ചെയ്തതല്ല. ആനേറ വാസുവണ്ണൻ സെറ്റ് ചെയ്ത് തന്ന പ്രാവ്. പഴയ ലൈൻ ഇപ്പോഴും ഉള്ളത് പഴയ ലൈനിൽ കലച്ചതാണ്. ആനേറ വാസുവണ്ണൻ സെറ്റ് ചെയ്ത് തന്ന പ്രാവിൽ കവിഞ്ഞിവിടെ ഒരു പ്രാവില്ല. ഒടുവില് ഒരു 10-22 വർഷം വരെ ഞാൻ പന്തയം എന്തരാണെന്ന് അറിയില്ല. ഒരു 10-22 വർഷം കഴിഞ്ഞ് ഒരു പന്തയത്തിന് ചെന്നപ്പോൾ പന്തയത്തിൻ്റെ ക്രൈസും ഈ ആൾക്കൂട്ടമൊക്കെ കണ്ട് ഈ ഒരു പ്രാവ് ഇത്രയും പറക്കുമോ എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ പന്തയം തുടങ്ങുന്നത്. അന്ന് പേപ്പറിൽ എഴുതും, പന്തയം നടക്കും,
പിരിയണ പൈസ 3 വീതിച്ച് കൊടുക്കും. പിന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെ 1993 ഞാൻ ഒരു പന്തയം ഇവിടെയാണ്. അപ്പോഴും ഞാനിവിടെയാണ് താമസം. ഇങ്ങോട്ട് മാറി കരിച്ചല്ല പുത്തങ്കടയിലെ വീട് തീയൊക്കെ പിടിച്ച് ഞാനും എൻ്റെ ഭാര്യയും, എനിക്ക് 4 മക്കൾ. 4 മക്കളിൽ എൻ്റെ മൂത്ത മോൻ്റെ മോളാണ് ഇവള്. പ്രാവിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാം. വാ തുറക്കില്ല. പിന്നെ പ്രാവിന് ഞാൻ ഇല്ലെങ്കിൽ അത്യാവശ്യം തിന്നാനൊക്കെ ഇടും. ഇവളുടെ അണ്ണനാണ് സൂര്യ. അവൻ ഇപ്പോൾ വരും. സൂര്യ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ ഈ 93 ഞാൻ ഒരു പന്തയം ഉണ്ടായി. അന്ന് ഞാൻ പറത്തുന്നത് 13 ഇവിടെ കൊതുമ്പും ചൂട്ടും ചുറ്റിക്കെട്ടി ആ ചൂട്ടുവെട്ടത്താണ് 13 പറത്തി ഇറക്കുന്നത്. അപ്പോഴേ ഈ 93 പന്തയം വിടുമ്പോൾ 13 പറക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചൂട്ടുവെട്ടം കൊണ്ട് നിർത്തിയിട്ട് ഈ മരത്തിൻ്റെ ഇടയിലൊന്നും മരത്തിൽ പിടിക്കാതെ ഒരു 3 മീറ്റർ ഗ്യാപ്പുണ്ട്. അന്ന് ഓടട്ട വീടാണ്. ഈ 3 മീറ്റർ ഗ്യാപ്പിൽ കൂടെ മോട്ടി തന്നെ പ്രാവർത്തിക്കും. അതിൻ്റെ പിറ്റേന്ന് കാഞ്ഞിരംകുളം അനുപമ ആശുപത്രി ഷാർട്ട് ചെയ്ത സമയമാണ്. അന്ന് സീറ്റാണ്, തകരം, ഇരുമ്പ് ആപ്പീസ് എന്നാണ് ആ കെട്ടിടത്തിന് പണ്ടറിയപ്പെടുന്നത്, ഹോസ്പിറ്റൽ അനുപമ. അവിടെ അതിൻ്റെ വടക്കേ അറ്റത്ത് വിജയിൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ 4 അറയിലൊരു കൂട് കൊണ്ടുവച്ചിട്ട് 4 പ്രാവിട്ട് വൈകിട്ടാകുമ്പോൾ പ്രാവരാജൻ്റെ വീട് അതിൻ്റെ തൊട്ട് ബാക്കിലാണ്. രാത്രിയാകുമ്പോൾ ഈ പ്രാവ് എടുത്തോണ്ട് അവിടെ വെക്കും. വീണ്ടും പകലെടുത്തോണ്ട് ഇവിടെ വെച്ച് അവൻ്റെ പന്തയം ഞാൻ വിട്ട് 4-ൻ്റെ അന്ന് 5-ൻ്റെ അന്നാണ്. അന്ന് അവൻ എൻ്റെ പറവ വെട്ടിക്കാതിരിക്കാൻ കരുതി 13:05 വിട്ടിട്ട്. പക്ഷെ വിട്ടിട്ടാലും പ്രാവ് ഇറങ്ങുന്നതാണ് സമയം. ഇപ്പോഴാണ് ചില പറവയിൽ വെട്ടിടുന്നതാണ് സമയം, ചില പറവയിൽ ഇറങ്ങുന്നതാണ് സമയം, ടൈം. അപ്പോഴന്ന് അവൻ 13-14 പറത്തി. അങ്ങനെ അവനും പ്രൈസുണ്ട്, എനിക്കും പ്രൈസുണ്ട്. പക്ഷേ എൻ്റെ പ്രൈസിൽ ഒരു തർക്കം വന്നു. കിയാമളി മാറാത്ത കുഞ്ച് വിട്ടെന്ന് പറഞ്ഞിട്ടൊരു സംസാര വിഷയം വന്ന് പ്രൈസ് നിഷേധിച്ചു. ആ കുഞ്ഞായിരുന്നു വിട്ടത്. പക്ഷേ 54 നിയമം കൊണ്ടാണ് പ്രാവ് പറക്കുന്നത്. ഈ 54 നിയമത്തിൽ ഒരിടത്തിലും പ്രായം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവ് വിടാം. അങ്ങനെ ഇരുന്ന് അവനും എനിക്കുമുണ്ട്. പക്ഷേ അത് ഒരുപാട് ചോദ്യോത്തരങ്ങൾ ഞാൻ പിന്നൊരു വീഡിയോ ഇറക്കിയപ്പോൾ ഉണ്ടായി. എന്തെങ്കിലും പറത്തിയിട്ടുണ്ടോ, പറത്തിയതിന് തെളിവുണ്ടോ? തീർച്ചയായിട്ടും പറത്തിയതിന് തെളിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പ്രാവ് പറത്തലിൽ ഇങ്ങനെ ഒരാൾ ഈ സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നുവെന്ന് എന്നെ പുറം ലോകത്തെത്തിച്ചത് വട്ടപ്പാറ റെജിയാണ്. വട്ടപ്പാറ റെജി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഇതിന് മുമ്പെടുത്ത യൂട്യൂബിൽ കൂടെ എന്നെ ഈ മൊത്തം എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു, ഖത്തറിലെന്ന് വിളിച്ചു, റിയാദിലെന്ന് വിളിച്ചു. ഇനി വിളിക്കാൻ സ്ഥലമൊന്നുമില്ല. എന്നെ ഒരുപാട് അനുമോദിച്ചു. അതിലേറെ മോശമായ കമൻറ്റുകളും ഇട്ടു. ഈ മോശമായ കമൻറ്റുകൾ ഇട്ട ആളുകളെ തിരക്കിയപ്പോൾ 25-30 വയസ്സിനകത്ത് പ്രായമേ ഉള്ളൂ. എന്നാൽ അന്ന് എന്നോടൊപ്പം പ്രാവ് വളർത്തിയിരുന്നവരെല്ലാവരും അതിലെന്നെ അനുമോദിക്കുകയുണ്ടായി. അതിന് ഞാൻ അവർക്ക് നന്ദി പറയും. എന്നിട്ട് ദ്വാരക ബാവുണൻ്റെ, അത് ഞാൻ മറന്നുപോയൊരു സംഭവമാണ്, അതിപ്പോൾ പറയുകയാണ്. പറയുന്നതിൽ എനിക്ക് വിഷമമില്ല. ദ്വാരക ബാവുണൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ ബാവുണൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു മാവ് നിൽക്കും, വരിക്ക മാവ്. അപ്പോഴവിടെ ചെല്ലുമ്പോൾ ഒരു പൊക്കമുള്ളൊരു മനുഷ്യനുണ്ട്. പനവിള ശശി എന്നാണ് ആ ആളിൻ്റെ പേര്. പനവിള ശശി. പുള്ളിക്കാരൻ ഈ മാങ്ങയൊക്കെ അടത്ത് അരിഞ്ഞ് ഉപ്പും മുളകും വെള്ളവും ഒക്കെ തരും. പക്ഷേ അത് ഈ ഇടക്കാലത്താണ് ആ മനുഷ്യൻ, ആ ബാവുണൻ്റെ വീട്ടിൽ നിന്ന് ആ മനുഷ്യൻ പനവെള്ള ശശിയാണെന്ന് ഞാൻ അറിയും. അതേ ഉള്ളൂർ മോഹനൻ എന്ന് പറയുന്ന ഒരാളിവിടെ വരുമ്പോഴാണ് ആ ആളാണ് പനവെള്ള ശശി എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കൽ പോയി കാണണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ പ്രായത്തിൻ്റെ ഇതിൽ അനുവദിക്കുന്നില്ല, സാധിക്കുമെന്നറിയില്ല. അതിരിക്കട്ടെ. അങ്ങനെ ഈ വീഡിയോ കണ്ട് എന്നെ ആദ്യം വിളിച്ച ആൾ കോഴിക്കോട് വടകര ശ്രീജിത്താണ്. പുള്ളിയെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ ഉടൻ അടുത്ത് വിളിച്ചത് മലപ്പുറത്ത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലെ മെയിൻ പൂജാരി ശ്രീദേവ്. പുള്ളി 2 പ്രാവശ്യം ഇവിടെ വന്നു. ആദ്യം വന്ന് കുറച്ച് പ്രാവൊക്കെ തന്നിട്ട് മാന്യമായിട്ടുള്ള വില തന്നിട്ട് പോയി. ഞാൻ ആരുടെ അങ്ങനെ പെട്ടെന്ന് വില ചോദിച്ചു. കാരണം അന്ന് വരെ ഞാൻ ഇവിടെ പ്രാവ് വിറ്റിട്ടില്ല. വിൽപ്പന ലുക്ക് ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല.
അങ്ങനെ ഇരുന്ന് 2ാം പ്രാവശ്യം അയാൾ ഒരു യാത്ര കൂടെ അങ്ങോട്ട് വരണം, ഞാൻ എൻ്റെ ഒരു മോനെ അങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ നിന്നൊരു വിവാഹം കഴിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പൊട്ടിച്ചിരിച്ചു. പക്ഷെ അയാൾ ചോദിച്ചത് അവിടെ നിന്ന് ഒരു ആൺപ്രാവ് കൊണ്ടുവരും, ഇവിടെ നിന്നൊരു പെൺപ്രാവ് സെറ്റ് ചെയ്ത് കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അയാൾ തോലത്തരത്തിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ എൻ്റെ ഒരു മോനെ കൊണ്ടുവരും, ഒന്ന് വിവാഹം ചെയ്ത് തരും. അയാൾ പ്രാവ് കൊണ്ടുവന്ന് പോയി. ഇപ്പോഴും വിളിക്കും, ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നതാണ് പാലക്കാട് ജാഫർ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേയും വിളിച്ചിരുന്നു. പാലക്കാട് ജാഫർ ആദ്യം വന്നു, കുറച്ച് പ്രാവ് കൊണ്ടുപോയി. 2ാമത് വന്നപ്പോൾ അയാളുടെ ഓർമ്മയ്ക്ക് എനിക്കൊരു LED കൊണ്ടു തന്നു. അതെ, ആ ലൈറ്റാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ ഇതിൽ ഞാൻ മാന്യ പ്രേക്ഷകരുടെ അടുത്തൊരു കാര്യം പറയുകയാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, എത്ര പറത്തി, എന്തുകൊണ്ട് പറത്തിയില്ല? ഞാൻ 3 സെൻറ്റിൻ്റെ അവകാശിയാണ്. എനിക്ക് ദൈവം തന്ന 4 മക്കൾ. എനിക്ക് പ്രാവിനേക്കാൾ വലുതാണ് എൻ്റെ മക്കൾ. ഞാൻ ഇഷ്ടം പോലെ അധ്വാനിക്കും, എൻ്റെ മക്കളെയൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർത്തി. അപ്പോൾ പ്രാവ് പന്തയെ നൈറ്റിലോട്ട് കൊണ്ടുപോയി. ഈ നൈറ്റിലോട്ട് മാന്യ പ്രേക്ഷകരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നൈറ്റിലോട്ട് കൊണ്ടുപോകാൻ വേറെ ജോലിയും തൊഴിലൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നവരൊക്കെ പറ്റൂ. ഈ നിൽക്കുന്നവർക്കാർക്ക് നൈറ്റിലോട്ട് പ്രാവ് പോകുന്നില്ല. അതിൽ ഞാൻ വരും, നമുക്കനി അടുത്തൊരു വീഡിയോ എടുക്കാൻ സാധിക്കുമെങ്കിൽ ഞാനത് പറയും. എന്നിട്ട് എന്നെ 4ാമത് വിളിക്കുന്ന ആളാണ് കണ്ണൂർ ഷാബി. ആശാനെ, എനിക്ക് പറക്കുന്ന 4 പ്രാവ് വേണം. ഞാൻ 5 പ്രാവ് ഒരാളിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. പുള്ളിക്കാരെ ആ വർഷം 13 പറത്തി, പിറ്റാം വർഷം 14 വെളിയിൽ പറത്തി, ഈ വർഷം 18 മണിക്കൂർ 10 മിനിറ്റ് പറത്തിയിരിക്കുകയാണ്. റെക്കോർഡാണ്, കണ്ണൂരിലെ റെക്കോർഡാണ്. എന്നിട്ട് ആ പറവയിൽ നമുക്കങ്ങനെ വീരവാദം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പ്രാവ് വളർത്തുകാരുടെയും ജീവനാടിയായ ആളാണ് മോട്ടി സാറ്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ട്രിവാൻഡ്രത്തെ ഏകദേശം ക്ലബിൻ്റെയും ഒക്കെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പോയി ഒതുങ്ങി നിൽക്കും. ഞാൻ അങ്ങനെ ഒരു വളരെ താഴ്ന്ന കുടുംബത്തിലൊക്കെ ജനിച്ചതാണ്. ഈ മോട്ടി സാറ് 12-13 കൊല്ലം കൊണ്ട് 18 മണിക്കൂർ 4 മിനിറ്റായിട്ട് ടൈം വെച്ചിരിക്കുക. അപ്പോഴും പലരും സന്തോഷം പങ്കിട്ടപ്പോഴും ഞാൻ സന്തോഷിച്ചില്ല. കാരണം എന്താണെന്നറിയാം, 18 മണിക്കൂർ 4 മിനിറ്റ് പറത്തിയിരിക്കുന്ന 7 മണിക്ക് ശേഷം 5 മിനിറ്റിലാണ്. 7 മണിക്ക് ശേഷം 5 മിനിറ്റിലിരിക്കാൻ നടയിൽ പ്രാവിനെ കാണിച്ചു കൊടുക്കണം. പക്ഷേ ഷാബി പറത്തിയിരിക്കുന്നത് 25-30 മിനിറ്റിലാണ്. ഇപ്പോഴതിൻ്റെ ആ അന്തരം മനസ്സിലാക്കണം. അപ്പോൾ ഇന്നും പറമയിൽ മികച്ചു നിൽക്കുന്നത് 18-4 തന്നെ അല്ലേ? അന്ന് 5 മിനിറ്റാണ്. 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് പ്രാവിനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ അരമണിക്കൂർ 25 മിനിറ്റ്. എന്നാൽ റബ്ബറിക്ക് സന്തോഷമാണെങ്കിൽ ഈ 30 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് കൂടെ കൊടുക്കാൻ, ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അപ്പോഴാ അന്തരം മനസ്സിലാക്കണം. അപ്പോൾ ഇന്നും പറമയിൽ മികച്ചു നിൽക്കുന്നത് 18-4 തന്നെ. എന്നാൽ പറത്തി കാണിച്ചു. പിന്നെ ആ പുള്ളി നല്ലൊരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ പ്രാവാണ് പറന്നതെന്ന് പരസ്യമായിട്ട് ഈ 3 കൊല്ലവും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 18-10 വെച്ചപ്പോൾ പത്രക്കാരും TV ചാനലുകാരും ഒക്കെ വന്നപ്പോഴും പുള്ളി സന്തോഷത്തോടെ എൻ്റെ പേര് പറഞ്ഞു. അതിൽ ഞാൻ പുള്ളിക്ക് ഒരു നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പ്രാവ് കൊടുത്തെടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണും ചുണ്ടും ഒന്നും നോക്കാറില്ല. ഈ കണ്ണും ചുണ്ടും നോക്കാറില്ല എന്ന് പറയാൻ കാരണം, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ, ആശാനെ ഇങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടത്, ലെൻസ് വെച്ച് ഞങ്ങൾ നോക്കി 2 പ്രാവ് സെറ്റ് ചെയ്തു. ഇവർ ഇത്രയുള്ളൊരു ലെൻസും കൊണ്ടുവന്ന് എന്തരമൊക്കെ കാണിച്ച് 2 പ്രാവ് സെറ്റ് ചെയ്തു. അതിൻ്റെ കുഞ്ചഴിച്ച് നല്ല മോഡ് പഴക്കി ഒരു കല്ലിയായപ്പോൾ ഒറ്റ എഴിപ്പ്, ആ ഒറ്റ പോക്ക് വന്നിട്ടില്ല. എന്നാൽ ആ പ്രാവിനെ തിരിച്ചും മറിച്ച് ഞങ്ങൾ മുമ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നൈറ്റിലൊക്കെ ഇറങ്ങാതെ പോണ വർഗമാണ്. അതോടുകൂടി കണ്ണ് നോക്കുന്ന പദ്ധതി എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പ്രാവ് വംശമൊത്തിരിക്കണം, തമരൊത്തിരിക്കണം. ഈ വംശമെന്നും വർഗമെന്നും തമരെന്നും പറയുന്നതിന് ഇന്ന് തർക്കിക്കുന്ന ഒരുപാട് പുതുതലമുറകളുണ്ട്. ആ തലമുറകളുടെ അടുത്ത് ഞാൻ ഇന്നും വെല്ലുവിളിച്ച് പറയുകയാണ്, കണ്ണും ചുണ്ടും നോക്കി പ്രാവ് പറക്കില്ല. വംശം ക്ലിയറായിരിക്കണം, തമരൊത്തിരിക്കണം. ഈ മുമ്പ് ഞാനെടുത്ത വീഡിയോകളിൽ ഈ തമരിനെയും വംശത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സുറുമ പ്രാവ് എങ്ങനെ ഇരിക്കണം, സബ്ജ പ്രാവ് എങ്ങനെ ഇരിക്കണം, കരിസുറുമ എങ്ങനെ ഇരിക്കണം,
ചെമ്പൻ സുറുമ എങ്ങനെ ഇരിക്കണം, സുറുമ കയറ എങ്ങനെ ഇരിക്കണം, വെള്ളക്കയറ എങ്ങനെ ഇരിക്കണം, കണ്ണാടി കയറ എങ്ങനെ ഇരിക്കണം, ജാക്ക് എങ്ങനെ ഇരിക്കണം, ജാക്ക് തലപ്പുള്ളി എങ്ങനെ ഇരിക്കണം, ഈ വർക്കത്തിൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ എന്താണ് എന്നറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു സബ്ജ കളർ കണ്ട അവിടെ ഇത് സബ്ജ, ഒരു സുറുമ കളർ കണ്ട അവിടെ ഇത് സുറുമ, ഒരിക്കലും അല്ല. ഒരു പഴമൊഴി പഴയ ആൾക്കാർ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ വിദ്വാനെങ്കിൽ കുഞ്ഞിന് വിദ്യ പഠിപ്പിക്കേണ്ട. പ്രാപവംശത്തിലൊന്നതാണെങ്കിൽ ആ കുഞ്ച പറഞ്ഞിരിക്കും. അതുപോലെ പറയണ ഈ ഭയങ്കര ആഹാരങ്ങൾ കൊടുക്കണം, ഉത്തേജക മരുന്നുകൾ, അതിലൊന്നിലും കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന വ്യക്തിയിലെടുത്ത് ഞാൻ കേൾക്കുകയാണ് 33 മണിക്കൂർ 28 മിനിറ്റ് മലപ്പുറം ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ പറത്തി ലോക റെക്കോർഡ് വെച്ചിരിക്കുകയാണ്. ഈ ലോക റെക്കോർഡ് വെച്ച ഇബ്രാഹിം കുഞ്ഞ് ഹെലികോപ്റ്ററിലെ ഡ്രോണിലെ കൊണ്ടുവന്ന് പറന്നുകൊണ്ടുവന്ന പ്രാവിന് ആഹാരവും വെള്ളവും കൊടുത്തു. അയാൾ 2 ദിവസത്തേക്ക് മുമ്പ് ഒരിക്കൽ കൊടുത്ത ആഹാരത്തിലല്ലേ പ്രാവ് പറന്നത്. പറക്കുന്ന പ്രാവിന് ആഹാരവും വെള്ളവുമല്ല പ്രശ്നം, അതിൻ്റെ വംശം, അതിൻ്റെ തൻ്റെ ഇടം. ഇപ്പോൾ PT ഉഷ, ഷൈനി ഇബ്രാഹിം, ബത്സമ്മ ഇവരൊക്കെ സ്പോർട്സിൽ ഓടിക്കൊണ്ടിരുന്ന പാരങ്ങളും വെള്ളവും ഉത്തേജക മരുന്നും ഗ്ലൂക്കോസും ഒക്കെ കൊടുത്ത ആ പാരമ്പര്യം എല്ലാ പെണ്ണുങ്ങളും ഓടാത്തത്. അതുകൊണ്ട് ഇന്നും വെല്ലുവിളിച്ച് 65 വർഷത്തെ വെല്ലുവിളിച്ചു കൊണ്ട് പറയുകയാണ്, കണ്ണും ചുണ്ടും നോക്കി പ്രാവ് പറക്കില്ല. ഉറപ്പ് തന്നെയാണ്. വംശം പറക്കാനൊരു വംശമുണ്ട്, ആ വംശം തന്നെ പറക്കും. അതിന് ആഹാരമോ വെള്ളമോ ഒന്നും പ്രശ്നമില്ല. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 33 മണിക്കൂർ 24 മിനിറ്റ് 25 മിനിറ്റ് പറഞ്ഞ ഇബ്രാഹിം കുഞ്ഞ് എൻ്റെ പ്രാവിന് വെള്ളം വായിക്കണം, ഡ്രോണിലോ ഹെലികോപ്റ്ററിലോ കൊണ്ടുപോയി വെള്ളം കൊടുത്തിട്ടില്ല. അതുപോലെ വീണ്ടും ഞാൻ സുഹൃത്തെ പറയുകയാണ്, ഒരു പറവപ്രാവ് അതിനെന്ത് സംഭവിച്ചാലും ഉടയക്കാരനെ തേടി ആ വീട്ടിൽ വരും. അതാണ് ബുദ്ധി, മെമ്മറി പവറുള്ള പ്രാവ്. അല്ലാതെ കണ്ണും ചുണ്ടും നോക്കി നിറവും നോക്കി പ്രാവ് സെറ്റ് ചെയ്യണടുത്തൊന്നും പറക്കില്ല. ഇവിടെ ഇഷ്ടംപോലെ പൈസയിലാക്കി പ്രാവ് വളർത്തുന്നവരുണ്ടെന്ന് പറയുന്നു. ഇവിടെ നിന്ന് പറക്കും, ഇറങ്ങണത് വേറെ ഒരിടത്ത്. അതുകൊണ്ട് ഞാനത് ഇനി വരുന്ന വീഡിയോകളിൽ ഇതിനെ വിശദമായിട്ട് പറയും. അതിൽ പ്രാവിൽ സബ്ജയുണ്ട്, സബ്ജ കയറയുണ്ട്, സബ്ജ കീരിയുണ്ട്, സബ്ജ തലപ്പുള്ളിയുണ്ട്, സബ്ജ സുറുമയുണ്ട്. ഇത് സബ്ജയിൽ വരുന്ന ഒരേനം. ഇനി സുറുമയുണ്ട്, കരിസുറുമയുണ്ട്, ചെമ്പൻ സുറുമയുണ്ട്, സുറുമ കീരിയുണ്ട്, സുറുമ കയറയുണ്ട്, കരിസുറുമയിൽ കീഴ്ത്താടിപ്പൊട്ടുണ്ട്. ഇത് കളർ കൊണ്ടല്ല പറയുന്നത്, ആ വംശമാണ്. ആ വംശം വരുമ്പോഴ് എവിടെയൊക്കെ പുള്ളി വരണം, എവിടെയൊക്കെ അതിൻ്റെ ഇത് വരണം എന്നുണ്ട്. അല്ലാതെ ഒരു കൂട്ടി ചെല്ലുമ്പോൾ ഒരു പ്രാവ് കണ്ടു ഇത് സബ്ജ, അത് സബ്ജ ആയിരിക്കില്ല. ചിലപ്പോൾ 2 വെള്ളമൊക്കെ വിരിഞ്ഞ കുഞ്ചായിരിക്കും. 2 വെള്ളകളെന്ന് പറയുമ്പോൾ വെള്ള എന്ന് പറയുമ്പോൾ സീന വെള്ള. ആ വെള്ളയ്ക്ക് റോസ് നഗറായിരിക്കണം, റോസ് ചുണ്ടായിരിക്കണം, റോസ് കൺപിരികമായിരിക്കണം, കലങ്ക കണ്ണായിരിക്കണം. ഭാഗ്യവശാൽ ഞാൻ മുമ്പെടുത്ത എല്ലാ വീഡിയോയിലും ഓരോ പ്രാവിനെയും കാണിച്ചിട്ട് അതിൻ്റെ വിശദമായിട്ട് വീഡിയോയിലും പറയാം, വന്നിട്ട് നെക്സ്റ്റ് പാർട്ടിലായിട്ട് വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇനി എടുക്കുന്ന വീഡിയോകളിൽ ഈ പ്രാവിനെ കാണിച്ച് തന്നെ ഞാൻ പറഞ്ഞു തരും. അതുകൊണ്ട് പൊന്നു പ്രേക്ഷകരെ, പ്രാവ് കണ്ണും ചുണ്ടും നോക്കി പറത്തിയത് എനിക്ക് അറിഞ്ഞൂടാ, ഞാനതങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ 2 പ്രാവിനെ എടുത്ത് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. 2 പ്രാവിനെ എടുത്ത് തറയിൽ വിടും, അതിൻ്റെ നടത്ത, അതിൻ്റെ ടെയില്, അതിൻ്റെ ബോഡി, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഞാൻ മുൻ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ എന്നെക്കാൾ പൊക്കമുള്ളൊരു പെൺകുട്ടിയെ കെട്ടില്ല. അവൾ സ്ത്രീ ആയിരിക്കണം. ആ സ്ത്രീ കുണുങ്ങി നടക്കും. ഞാൻ ഇപ്പോൾ കാട് കയറി പറയുകയാണ്, അത് വരും വീഡിയോകളിൽ പറയാം. എൻ്റെ ഗുരുക്കന്മാരെ ഒരിക്കൽ കൂടി പറയുകയാണ്. ജാസുവസ് ചെല്ലപ്പൻ, ആദ്യത്തെ ഗുരു ആനേറ വാസുവണ്ണൻ്റെ ഭാര്യയും 2 മക്കളും ജീവിച്ചിരിപ്പുണ്ട് അപ്പുറത്ത് തന്നെ. വാസുവണ്ണൻ മരണപ്പെട്ടു പോയി. പിന്നെ പൂജപ്പര രാജവണ്ണൻ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല, മരണപ്പെട്ടു പോയി. പിന്നെ ദ്വാരക ബാബുവണ്ണൻ മരിച്ചുപോയി. പിന്നെ ആശൻ ശ്രീനിവാസ പണിക്കരുടെ പേരിൽ ഞാനൊരു പുസ്തകവും കൂടെ എഴുതിയിട്ടുണ്ട്, ഞാനും എൻ്റെ പ്രാവുകളും. അത് എഴുതാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, ജസ്റ്റിൻ സാർ, നാലാഞ്ചിറ പാണമ്പള ജസ്റ്റിൻ സാർ, കാര്യവട്ടം കോളേജിലെ പ്രൊഫസർ. പുള്ളിയാണ് ഇങ്ങനൊരു പുസ്തകം എഴുതണമെന്നും ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഈ 4 വീട്ടുകാരുടെ അനുവാദം വാങ്ങാനും
പിന്നെ ബാബുവണ്ണൻ്റെ വീട്ടിലോ രാജുവണ്ണൻ്റെ വീട്ടിലോ അവരെ മക്കളോ ഭാര്യയുമായിട്ടൊന്നും ഞാൻ ഒരു ബന്ധമില്ല. അപ്പോൾ അവരുടെ അനുവാദം വാങ്ങിയിട്ടില്ല. അവരോടൊപ്പം സഹകരിച്ച പഴയ വളർത്തുകാരുടെ അടുത്ത് ഇങ്ങനെ ഇവരുടെ പേര് വെക്കുന്നത് കൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ എന്നൊക്കെ ആരാഞ്ഞതിന് ശേഷമാണ് ഞാനും എൻ്റെ പ്രാവുകളും എന്ന പുസ്തകം ആശാൻ്റെ പടം ഫ്രണ്ടിലും അകത്തും വെച്ച്. ഇനി അത് പോയിട്ട് ഞാൻ പഠിച്ചത് കാരിച്ചൽ CSIയിലാണ് 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ. ഈ 5ാം ക്ലാസ്സിൽ പാസ്സായിട്ട് കാഞ്ഞിരകുളം PK സത്യദേശം ഹൈസ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ജംഗ്ഷൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കുറച്ച് പ്രാവുകളെ കാണും. അത് പുതിയവരയിലെ ടൈപ്പിസ്റ്റ് മറ്റൊരു ടൈപ്പിസ്റ്റ് സെൻ്റർ ഉണ്ട്. അവിടെ ഒരു ഇടവഴിയാണ്. ആ ഇടവഴി ഇപ്പോഴും കിടപ്പുണ്ട്. ആ ടൈപ്പിസ്റ്റ് മാസ്റ്റർ ഇരുന്ന ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ പിന്നെ മറ്റേ മാർജിൻ ഫ്രീ മാർക്കറ്റ് വെച്ചേക്കണം ജംഗ്ഷനിൽ. ആ ഇടവഴി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടതുവശത്ത് 4 കെട്ട് ഏജൻസി ഇരിക്കുന്ന ഒരു കെട്ടിടത്തിൽ പൂർത്തിവിള വെണ്ടർ പേര് ജസ്റ്റിസ് എന്നാണ് തോന്നുന്നത്. അവിടെ മക്കളെ കാണാൻ പോയപ്പോഴാണ് അവരെ ഫോട്ടോ പുസ്തകത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് അവരും അരുമാനൂർ എഡിസൺ സാറുമായിട്ട് പ്രാവ് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ 6 അവിടെ ചെല്ലുമ്പോൾ ഇവിടെ പ്രാവുണ്ട്. അങ്ങനെ അവരിൽ കൂടെയാണ് പൂവാർ അബുസാലി മുതലാളിയെ ഞാൻ പരിചയപ്പെടുന്നത്. അബുസാലി മുതലാളിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ ദ്വാരക ബാബുവണ്ണൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ദ്വാരക ബാബുവണ്ണനാണ് പറയുന്നത്, ഇവിടെ ഇങ്ങനെ പഴനിയം വഴിമുക്കിലൊരു എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ പോണത്. അപ്പോഴവിടെ വീട് തീർക്കുന്ന ഷെട്ടിൽ പ്രാവുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയും പരിചയപ്പെട്ടു ചതിയമ്പള എൻട്രി എന്ന്. ഈ ബാബുവണ്ണൻ എന്ന് പറയുന്നത് എന്നെ പോലെയാണ്, എടുത്തടിച്ചങ്ങ് സംസാരിക്കും. പക്ഷെ ഭയങ്കര സ്നേഹമാണ് ബാബുവണ്ണൻ, ദ്വാരക ബാബുവണ്ണൻ. ഞാനിന്നും ഈ 4 പേരെയും ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാഞ്ഞിരകുളത്ത് എനിക്ക് മുമ്പ് വളർത്തിയിരുന്ന ആളാണ് പൂർത്തിവിള വെണ്ടർ, അരുമാനൂർ എഡിസൺ സാറ്, പൂവാർ അബ്സാലി മുതലാളി, ചതിയമ്മള വഴിമുക്ക്, പിന്നെ ഭരണിയം വഴിമുക്കിലെ എൻട്രി. ഈ എൻട്രിയുടെ അമ്മ ഇപ്പോഴേ 4 കെട്ട് ഏജൻസിയിൽ ആനന്ദകൻ്റെ കടയിൽ നിൽക്കുകയാണ്. പിന്നെ പ്രാവ് വളർത്തലിലെ എനിക്കൊരു അംഗീകാരം തരുന്ന ദളപതി അനന്തപത്മനാഭൻ നാടാർ പന്തയത്തിലെ ഷാനാണ്. ഷാനിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഷാനാണ് അവരുടെ സംഘടന രജിസ്ട്രേഷനായ വർഷം ആദ്യം എന്നെയാണ് ഈ വീട്ടിൽ കാണാൻ വരുന്നത്. 13 മണിക്കൂറിന് മുകളിൽ പറന്നവരെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ പനയിറക്കുന്ന ഡാളി, കാഞ്ഞിരംകുളം പ്രേമരാജൻ, പുള്ളിക്കാരൻ ഇപ്പോൾ പുലവങ്ങലിലാണ് താമസിക്കുന്നത്, പനയിറക്കുന്ന ഡാളി, വെട്ടുവിള എഡിസൺ പാസ്റ്റർ, വടക്കേവിള ശ്രീധരാണൻ, ഇങ്ങനെ കുറേ പ്രമുഖ വ്യക്തികളെ ദൃശ്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരിക്കുകയും അനുമോദിക്കുകയും ഉണ്ടായി. അപ്പോൾ എൻ്റെ പ്രാവുചരിത്രം ഇതാണ്. എനിക്ക് മക്കളെ വളർത്താൻ തിടുക്കവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പ്രാവിന് ഭയങ്കര സ്പീഡ് കൊടുത്തില്ല. ഇപ്പം സ്പീഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ കാഴ്ചയും കുറവ്, കേൾവിയും കുറവ്, പറവയില്ല. എന്നാലും എൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നെങ്കിൽ എൻ്റെ മക്കളെ പോലെയാണ്. എൻ്റെ കൂട്ടിൽ ഇപ്പോൾ പ്രാവ് പറത്തുകയും എടുക്കുകയും ചെയ്യുന്നത് പൊന്നനാണ്. ചില സാഹചര്യങ്ങളിൽ അവന് വരാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് എല്ലാവരും കൂട്ടുകാരാണ്. എനിക്ക് ആരുടെടുത്തും പരാതിയില്ല. പക്ഷേ എന്നെ ഒരുപാട് പേര് പുച്ഛിക്ക് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമുള്ളൂ. അവരുടെ പ്രായത്തെ കൂടെ മാനിക്കണം. കാരണം അറിവില്ലാത്ത പിള്ളേരാണ് പുച്ഛിച്ചിരിക്കുന്നത്, അറിവുള്ളവരാരും പുച്ഛിച്ചിട്ടില്ല. രണ്ടാമത് ഇപ്പം എനിക്കൊരു 3-4 കൂട്ടുകാരുണ്ട്. പൂവാറിലെ DM ലോക്ക്. അപ്പോൾ അതിനു മുമ്പ് ഈ പൊന്നന് ഇന്ന് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു 3-4 കൊല്ലം കൊണ്ടുകൂടെ പ്രാവ് പറത്തുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം പൊന്നനാണ്. ഈ കഴിഞ്ഞ എൻ്റെ വർഷം ഒരു 12:55 12:09 വിട്ടത് തൊട്ട് ഇറങ്ങുന്നത് വരെയും പ്രാവാണ്. പിന്നെ മഴയാണ്, മഴ നനഞ്ഞ് കോവുന്നതാണ് പ്രാവ്. ആ കുഴിയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ട് പ്രൈസ് വച്ചിരുന്നു. പിന്നെ ഷാനും കൂട്ടുകാരും ഒരു വലിയ കപ്പും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. സർട്ടിഫിക്കറ്റ് എന്നെ കൊണ്ടുവന്നു GNM പറവയിൽ. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അറ്റാക്ക് അങ്ങനെയൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 8-10 പന്തയത്തിന് പേര് കൊടുത്തിട്ട് ഒരു പന്തയം വിട്ട് ഒരു 10-10:30 മണിയായപ്പോൾ അതിഗംഭീരമായ മഴ വന്ന് പ്രാവ് ഇറക്കി. പിന്നീടുള്ള പന്തയങ്ങളൊന്നും വിട്ടില്ല. പക്ഷേ എല്ലാ വർഷവും പന്തയത്തിൽ ചേരും. ഈ സംഘടന വളരണം, എല്ലാവരുടെ പൈസയും അടയ്ക്കും. പിന്നെ അത് പോയിട്ട് ഒരുപാട് പ്രാവ് വളർത്തുകാർ എന്നെ സ്റ്റേജിൽ വിളിച്ച് അനുമോദിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ബാലരാരം വഴിമുക്കിലെ
റെയിൻബോയിലെ മുബാറക്ക് എനിക്കിപ്പോൾ ഒരു ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അവർ വളരെ കാര്യമായിട്ട് എന്നെ വിളിക്കുകയും എൻ്റെ വിഷമത്തിൽ അവർ പങ്കുചേരുകയും അവർ വേണ്ട സഹകരണങ്ങൾ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ഞാനതെല്ലാം നിഷേധിച്ചു. പക്ഷേ മുബാറക്കിനെയും അവരുടെ അണിയറ ശില്പികളെയും ഷാനിനെയും ഈ അവസരത്തിൽ അത് പോയിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ടുകാരാണ് പൂവാർ DM ലോക്കിലെ ദിനേശൻ, അസീസ്, അസീം, ആംബ്രാൻ. ഇവരെയും ഇപ്പം എൻ്റെ കൂട്ടുകാരാണ്. അവർ പ്രാവ് പറത്തി. പൊന്നനും ഇത്തവണ നല്ലൊരു പ്രാവ് കാഴ്ചവെച്ച് പ്രൈസില്ല, ക്യാൻസലായിപ്പോയി. രാത്രി 12 മണിക്ക് ഒരു പ്രാവ് ഇറങ്ങി, ഒരു പ്രാവ് വെളുപ്പാങ്കാലം 7 ചില്ലറ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. നല്ലൊരു പ്രാവ് ഹാപ്പിയായിട്ട് പന്തയം വിട്ട് കാഴ്ചവെച്ച്. അതിലേറെ ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രാവ് നീചമാണെന്ന് കണക്കാക്കിയ ഒരുപാട് സ്ഥലങ്ങളും കടന്നു വന്ന് ഇതുവരെ ഒരുപാട് സ്ഥലങ്ങൾ നിറയിൽ കയറ്റാത്തവരുണ്ട്. ഇതൊക്കെ ഉണ്ട് പണ്ട് ജാതി സ്പീഡ് നിന്നവന്. ഇത്തവണ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച എൻ്റെ പ്രാവ് ജീവിതത്തിൽ ഷാൻ എന്നെ ആദരിച്ചതുപോലെ എനിക്കുണ്ടായൊരു സന്തോഷം. പൊന്നൻ്റെ അമ്മയാണ് ഇത്തവണ പന്തയം വിട്ടത്. സീൽ ചെയ്താൽ പിടിച്ചു കൊടുക്കുന്നത് അവർ, പന്തയം വിടുന്നത് അവർ, പറന്നിറങ്ങിയ പ്രാവിനെ പിടിച്ച് സീല് കാണിച്ചു കൊടുക്കുന്നത് അവർ. അവരെ പിന്നെ ട്രിവാൻഡ്രത്തെ സംഘടനയുടെ പേര് ഞാൻ വിറ്ററി പ്ലേയേഴ്സ് അവരുടെ സ്റ്റേജിൽ വിളിച്ച് അനുമോദിക്കുകയും പൊന്നാട ചാർത്തുകയൊക്കെ ചെയ്തു പൊന്നൻ്റെ അമ്മ. അതെനിക്ക് കിട്ടിയ തെക്കൻ കേരളത്തിൻ്റെ ഏറ്റവും തിരുവനന്തപുരം ജില്ലയിലെ തെക്കേറ്റത്ത് കിടക്കുന്ന മണ്ടനായ പ്രാവ് വളർത്തുകാരനായ എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു വലിയ അംഗീകാരം തന്നെയാണ് പൊന്നൻ്റെ അമ്മയെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ വിക്ടറി പ്ലേയേഴ്സിന് എൻ്റെ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ആശാൻ്റെ ഒരു ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വിട്ടത് 18 സംതിങ് ആണ് ആശാൻ്റെ പ്രാവ് പറന്നത്. എൻ്റെ പ്രാവല്ല, ഞാൻ കൊടുത്തയച്ച പ്രാവ്. ഓക്കെ, എൻ്റെ പ്രാവല്ല, ആശാൻ്റെ ചിക്സ്. എൻ്റെ പ്രാവിൻ്റെ ഞാൻ കൊടുത്തയച്ച പ്രാവിൻ്റെ കുഞ്ഞുങ്ങളാണ് കണ്ണൂരിൽ പറന്നത്. എൻ്റെ ഏറ്റവും വലിയ ടൈം 13 ഇവിടെ വെച്ചത്. നമുക്ക് അതിന് മുകളിൽ വെക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ സാഹചര്യങ്ങളാണ്. ഇപ്പം എനിക്കൊട്ടും കണ്ടുകൂടാ, കേട്ടുകൂടാ. പിന്നെ ഇനി വരും തലമുറകൾ ആരെങ്കിലും വെക്കുകയും പിന്നെ അത് പൊന്നൻ്റെ വീട്ടിൽ പൊന്നൻ്റെ അമ്മ പറത്തി കാണിച്ചപ്പോൾ അതൊരു പേര് തന്നെയാണ്. അത് ഇവിടെ പറത്തി അതോ അവരുടെ വീട്ടിൽ തൊട്ടപ്പുറത്താണ് ഈ റോട്ടിൻ്റെ അപ്പുറം അവർ പറത്തി അവരെങ്ങനെ അനുമോദിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. അത് എനിക്ക് പ്രാവ് ലോകത്ത് കിട്ടിയ ഷാനും കൂട്ടുകാർ എന്നെ ആദരിച്ചതുപോലെ അതെനിക്ക് കിട്ടിയ ഒരു വലിയ നിധി പോലെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ ഓക്കെ ആശാനെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-45 വർഷത്തിലുള്ളതിൽ ഏകദേശം സ്റ്റോറികളൊന്ന് ഓട്ടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രാവുകളെക്കുറിച്ച് ഇപ്പോൾ പ്രാവുകളെ ഡീറ്റെയിൽ ആയിട്ട് കൂടെ കാണിക്കണം. അപ്പോൾ നമുക്ക് അതിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ മുകളിലായി. അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ ഒരു ബോറടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ നമുക്ക് പാർട്ടായിട്ട് അപ്പോൾ ഒരു പാർട്ട് 2 അടുത്ത നെക്സ്റ്റ് പാർട്ടിലായിട്ട് വന്നിട്ട് ഇപ്പോൾ പ്രാവുകളെക്കുറിച്ച് എന്താണ് പ്രാവ് നമ്മളെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ പുതുതായിട്ട് ഈ പറവ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ വന്നിട്ട് നമ്മളെ സിറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ പോലും തൊട്ടടുത്തടുത്തായിട്ട് കൂട്ടുകൾ ഉള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അതിന് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പോൾ ആക്ച്വലി ഒരു ആശാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആശാൻ ഉണ്ടെങ്കിലേ നമുക്ക് പറവ എന്താണെന്നുള്ള മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ടാണെങ്കിൽ നമ്മൾ ഒരു കൂട്ടിൽ പോയി നിന്ന് അവർ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നത് അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലെ യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പാർട്ടിൽ വന്നിട്ട് എന്താണ് പറവ എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്ന രീതിയിലൊരു വീഡിയോ എടുക്കാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടിക്കോ. വന്നിട്ട് നമ്മൾ പാർട്ട് 2 വന്നിട്ട് എന്താണ് പ്രാവ് അതേപോലെ പ്രാവുകൾ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കുക. അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആശാൻ്റെ അടുത്ത് അത് ഞാൻ ചോദിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ലാസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു 4-5 വീഡിയോ എടുത്തതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് ഈ ഡൗട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളെക്കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാവുകളുടെ ലക്ഷണത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ആശാൻ അറിയാമെന്നുള്ളതെല്ലാം ആശാൻ പറഞ്ഞു തരും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അതും കൂടെ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ സംശയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് വന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒരു സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പോലെ നമുക്കൊരു നമ്മുടെ ഒരു ഇതായിരിക്കും, നമ്മുടെ നെക്സ്റ്റ്
ഒരു വീഡിയോ കുറച്ചുകൂടെ ഇതായിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരിക്കും, സന്തോഷമായിരിക്കും. സോ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.